സാധ്യമല്ല. ഉസ്താദ് പറഞ്ഞതനുസരിച്ച് ഇസ്ലാമിൽ ആരാധന ആകുന്ന പ്രാർത്ഥനയുമുണ്ട്, ആരാധനയല്ലാത്ത പ്രാർത്ഥനയും ഉണ്ടെന്നാണോ? അതോ ആരാധനയുള്ളതിനെ മാത്രമേ പ്രാർത്ഥന എന്ന് പറയുകയുള്ളൂ എന്നാണോ? അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന എന്ന് പറയുമ്പോൾ പ്രാർത്ഥന ഏതും ആരാധനയുടെ പരിധിയിൽ വരും. അല്ലെങ്കിൽ ആരാധനയല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ഒരു ഉദാഹരണം പറയുക. വളരെ പ്രസക്തമായ ചോദ്യമാണ്. വിഷയങ്ങൾ ഇങ്ങനെ നൂലിഴ കീറി ചർച്ച ചെയ്യുന്ന ചോദ്യം. അതായത് പ്രാർത്ഥന ആരാധനയാകുന്ന പ്രാർത്ഥന, ആരാധനയുടെ പരിധിയിൽ പെടാത്ത പ്രാർത്ഥന, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ എന്നാണ് ചോദ്യം. പ്രാർത്ഥന എന്നത് മലയാള വേർഡാണ്, മലയാള പദമാണ്. ഈ മലയാള പദത്തിന്റെ അർത്ഥം എല്ലാ നിഘണ്ടുകൾ എടുത്ത് പരിശോധിച്ചാലും കാണാം. അപേക്ഷിക്കുക, തേടുക, യാചിക്കുക, ചോദിക്കുക, ഹരജി ഈശ്വരനോട് ചോദിക്കുക, ഇങ്ങനെ 6-5 അർത്ഥങ്ങൾ വീതം നിഘണ്ടുകളിൽ നോക്കിയാൽ കാണാം. നോക്കൂ നിങ്ങൾ, അപേക്ഷിക്കുക, യാചിക്കുക, അർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, ഈശ്വരനോട് ചോദിക്കുക. ഇതിൽ ഈശ്വരനോട് ചോദിക്കുക എന്ന ആ അർത്ഥത്തെയാണ് സാധാരണഗതിയിൽ നമ്മൾ ആരാധന എന്ന് വിവക്ഷിക്കപ്പെടുന്നത്. ആ അർത്ഥം അങ്ങ് മാറ്റിവെച്ചാൽ പിന്നെയുള്ള ബാക്കിയുള്ള അർത്ഥങ്ങൾ മുഴുവനും അപേക്ഷിക്കുക, യാചിക്കുക, തേടുക, ഹരജി നൽകുക തുടങ്ങിയ ഈ അർത്ഥങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും അത് മുഴുവനും ഇബാദത്തല്ല, ആരാധനയല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട്? നമ്മളൊക്കെ ഹരജി നൽകുന്നവരാണ്. സെക്രട്ടേറിയറ്റ് നിങ്ങൾ അടുത്താണ്. ഇവിടെ പോയി പല കാര്യങ്ങൾക്കും മന്ത്രിമാർക്ക് ഹരജി നൽകുന്നവരാണ്. നമ്മൾ കലക്ടർമാർക്ക് ഹരജി നൽകുന്നവരാണ്. ഈ ഹരജി നൽകലൊക്കെ പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ്, ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മളൊക്കെ അപേക്ഷ നൽകുന്നവരാണ്, നമ്മളൊക്കെ തേടുന്നവരാണ്, ചോദിക്കുന്നവരാണ്. അതൊക്കെ ശിർക്കാണോ, ആരാധനയാണോ, ഇസ്ലാമെന്ന് പുറത്തു പോവുമോ? ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു കാര്യം സ്പഷ്ടമായി, ആരാധനയാവുന്ന പ്രാർത്ഥനകൾ ഉണ്ട്, ആരാധനയുടെ പരിധിയിൽ പെടാത്ത പ്രാർത്ഥനയും ഉണ്ട്. അപ്പൊ ചോദ്യം, എന്നാ പിന്നെ ഏതാണ് ആരാധനയുടെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത പ്രാർത്ഥന ഏത്, ആരാധനയുടെ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രാർത്ഥന ഏത്? പ്രസക്തമാണ് ആ ചോദ്യം. ഈ വിഷയത്തിന്റെ അഹ്ലുസുന്നയും വിദഅകളും തമ്മിൽ തർക്കമുള്ള വിഷയങ്ങളുടെ മർമ്മത്തിലേക്കാണ് ഇപ്പൊ ചോദ്യം എത്തി നിൽക്കുന്നത്. ഇത് ശരിക്ക് പഠിച്ചാലുണ്ടല്ലോ എല്ലാ സംശയങ്ങളും തീരും. ഞാൻ വായിക്കാം. ഇത് കേരള നദുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് വിഭാഗത്തിന്റെ മുഖപത്രമായ അൽമനാറാണ്. പിളരുന്നതിന്റെ മുമ്പ് പുറത്തിറങ്ങിയത്. അപ്പൊ 2 കൂട്ടർക്കും ബാധകമാണ്. മടവൂർ ഗ്രൂപ്പിനും ബാധകമാണ്, മൗലവി ഗ്രൂപ്പിനും ബാധകമാണ്. അത് മറ്റേ ഗ്രൂപ്പിന്റെ കയ്യിലാന്ന് പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും പറ്റൂല. ഇതിൽ പറയുന്നത് എന്താ? അൽമനാർ ഈ ആരാധനയുടെ പരിധിയിൽ പെടുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധനയാവൽ എപ്പോഴാ? മുജാഹിദുകളുടെ മുഖപത്രം പറയുന്നു. ഞാൻ വായിക്കാം, ശ്രദ്ധിക്കണേ. അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്തവും ഒക്കെ തന്നെയും ഇബാദത്തും, ഇബാദത്ത് എന്ന ആരാധന തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ, അതായത് അത് അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനയാണ്, അതുകൊണ്ട് തൗഹീദിന് പുറത്തുപോയി എന്ന് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. എന്താ പറയുന്നത്? ദിവ്യത്വ സങ്കല്പമുണ്ടെങ്കിലേ അത് ആരാധനയാവുകയുള്ളൂ. അപ്പൊ നമ്മൾ ഈ അനുസരണം, താഴ്മ, വിനയം, പ്രാർത്ഥന ഇതൊക്കെ നിർവഹിക്കപ്പെടുന്ന ശക്തി, വ്യക്തി, വസ്തു, ഇതിന് ദിവ്യത്വം ചാർത്തണം. അപ്പോഴേ അത് ആരാധനയാവൂ. ആരാത് പറയുന്നത്? മുജാഹിദിന്റെ മുഖപത്രമാണ് പറയുന്നത്. ഞാൻ ബാക്കിയുള്ളത് കൂടി വായിക്കാം. ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും, ഒരാളൊന്നുമല്ല, ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചതു കാണാം. അപ്പൊ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുള്ള ആശയമാണിത്. മുജാഹിദിന്റെ മുഖപത്ര പറയുന്നത്. മുജാഹിദുകൾക്ക് അതിൽ സംശയം ഉണ്ടാവില്ലല്ലോ. എന്താ പറയുന്നത്? ഈ തേടപ്പെടുന്ന അല്ലെങ്കിൽ വിനയം പ്രകടിപ്പിക്കപ്പെടുന്ന ശക്തി, വ്യക്തി, വസ്തു എന്തായാലും ആ വ്യക്തിക്ക്, ശക്തിക്ക് മുമ്പിൽ ദിവ്യത്വം ചാർത്തണം. അപ്പോഴേ അത് ആരാധനയാവൂ. ദിവ്യത്വം ചാർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാം. ദിവ്യത്വം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവീകത എന്നാണ്. ദൈവീകത എന്ന് പറഞ്ഞാൽ എന്താ? ഈ
ഈ ശക്തി, ഈ വ്യക്തി, ഈ വസ്തു ദൈവമാണെന്നോ അല്ലെങ്കിൽ ദൈവപുത്രനാണെന്നോ ദൈവ അവതാരമാണെന്നോ ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഉണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടാണോ ഈ ശക്തിക്ക്, വ്യക്തിക്ക്, വസ്തുവിന് നമ്മൾ താഴ്മ ചെയ്യുന്നത്, വിനയം പ്രകടിപ്പിക്കുന്നത്, ചോദിക്കുന്നത്, അപേക്ഷിക്കുന്നത്, അർപ്പിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ആ പ്രാർത്ഥന, ആ വിനയം, ആ താഴ്മ, ആ തേട്ടം ആ വസ്തുവിനുള്ള ആരാധനയാകുന്നു, ആ വസ്തുവിനുള്ള ഇബാദത്താകുന്നു. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യൽ ശിർക്കാണ്, ആരാധിക്കൽ കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഒരാൾ ഇങ്ങനെ ചെയ്താൽ, എങ്ങനെ ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവികത ഉണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നതെങ്കിൽ അത് ആരാധനയാകുന്നു, അത് ശിർക്കാകുന്നു, അത് കുഫറാകുന്നു. ഇനി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ചിന്തിക്കണം. നമ്മൾ അള്ളാന്റെ റസൂലിനെ വിളിക്കുന്നു, ഇത് റസൂലിനുള്ള പ്രാർത്ഥനയാണ്, ശിർക്കാണ് എന്നാണല്ലോ മുജാഹിദ് സാധാരണഗതിയിൽ പറയാറുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ വിളിക്കുമ്പോ യാ റസൂലല്ലാഹി ഖുദ് ബിയദി എന്ന് പറഞ്ഞ് ആരംഭ റസൂലിനെ നമ്മൾ വിളിക്കുമ്പോ നമ്മൾ ആരെങ്കിലും അള്ളാന്റെ റസൂല് ദൈവമാണെന്ന് വിശ്വസിക്കാറുണ്ടോ? നിങ്ങൾ പറയും. നമ്മൾ ഉള്ളത് പറയാം, നമ്മൾ ഒരാളെ ബോധിപ്പിക്കാൻ പറയുന്നത് ഉള്ളതുപോലെ പറയാം. അള്ളാന്റെ റസൂല് ദൈവമാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കാറുണ്ടോ? ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാറുണ്ടോ? ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കാറുണ്ടോ? ദിവ്യത്വമുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? യാ ഗൗസ് യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോ നമ്മൾ ആരെങ്കിലും മുഹയ്യദ്ദീൻ ഷെയ്ഖ് ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ദൈവ അവതാരമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്ന, നമ്മൾ തേടുന്ന, നമ്മൾ വിളിക്കുന്ന ഈ ഇസ്തിഗാസ, ഈ സഹായ തേട്ടം അവർക്കുള്ള ആരാധനയാവുന്നത്? അതൊരിക്കലും ആവുകയില്ല എന്ന് പറയുന്നത് ആരാ? മുജാഹിദിന്റെ മുഖപത്രം അൽമനാറാണ്. അൽമനാർ പച്ചയായി ഈ കാര്യം പറയുന്നു. അപ്പൊ ചോദ്യകർത്താവ് ഉന്നയിച്ച ചോദ്യത്തിന്റെ ആദ്യ വശത്തിനു കൂടി ഞാൻ മറുപടി പറയുന്നു. എന്നാ പിന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ തന്നെയല്ലേ സുന്നികളായ മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇതര മതസ്ഥരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്? അല്ല, അവരുടെ അർത്ഥനയും അവരുടെ പ്രാർത്ഥനയും തമ്മിൽ മുസ്ലിങ്ങൾ ചെയ്യുന്നതും തമ്മിൽ അന്തരമുണ്ട്. എന്താണ് കാരണം? മുസ്ലിമീങ്ങൾ സഹോദരന്മാരെ, നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ, ഔലിയാക്കളെ വിളിക്കുമ്പോ ദൈവമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല വിളിക്കുന്നത്. അതേ അവസരത്തിൽ ക്രിസ്ത്യാനികൾ അവരുടെ യേശുവിനെ വിളിക്കുന്നത് എങ്ങനെയാണ്? യേശു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടിമയാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല. അള്ളാഹിന്റെ ഖുർആൻ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. വഖാലത്തുൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, ജൂതന്മാര് പറഞ്ഞത് ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാകുന്നു എന്നാണ് ജൂതന്മാര് പറഞ്ഞത്. വഖാലത്തുൻ നസ്വാറ, ക്രിസ്ത്യാനികൾ പറഞ്ഞതോ വഖാലത്തുൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്, ഈസാ നബി, നമ്മൾ പറയുന്ന ഈസാ നബി എന്ന യേശു അവരുടെ ഭാഷയിൽ അദ്ദേഹം ഇബ്നുല്ലാഹ് അള്ളാഹുവിന്റെ പുത്രനാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ വിളിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ക്രിസ്ത്യാനികൾ യേശുവേ എന്ന് വിളിക്കുമ്പോ അവരുടെ വിശ്വാസം എന്താ? അൽ മസീഹു ഇബ്നുല്ലാഹ്, ദൈവപുത്രനാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിനെ വിളിക്കുന്നത് അങ്ങനെയാണോ? മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് അങ്ങനെയാണോ? ഒരിക്കലുമല്ല. രണ്ടും തമ്മിൽ അന്തരമുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, അമുസ്ലിമീങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഗുരുവായൂരപ്പനെ വിളിക്കുന്ന അമുസ്ലിമിന്റെ മനസ്സിലുള്ള വിശ്വാസം എന്താണ്? മുസ്ലിമായ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസമാണോ? ഒരിക്കലും അല്ലേ അല്ല. അമുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവര് വിശ്വസിക്കുന്നത് ഗുരുവായൂരപ്പൻ അദ്ദേഹം ദൈവ അവതാരമാകുന്നു എന്നാണ്. ദൈവത്തിന്റെ അവതാരമാണ്, ദൈവം അവതരിച്ചിട്ടുണ്ട് അവിടെ എന്ന വിശ്വാസത്തിലാണ് അവർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നത്, അവിടെയുള്ള അപ്പനെ വിളിക്കുന്നത്. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് അമുസ്ലിമീങ്ങൾ, മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അവരുടെ ദേവന്മാരെ വിളിക്കുന്നത് പോലെ ആ വിശ്വാസം വെച്ചു പുലർത്തിക്കൊണ്ടല്ല മുസ്ലിമീങ്ങൾ ആരംഭ റസൂലിനെ വിളിക്കുന്നത്, ഔലിയാക്കളെ വിളിക്കുന്നത്. രണ്ടും തമ്മിൽ അന്തരമുണ്ട്. ഒന്ന് മുസ്ലിമീ
അമുസ്ലിമീങ്ങൾ വിളിക്കുന്നത് ദിവ്യത്വം ചാർത്താതെയാണ്. അമുസ്ലിമീങ്ങൾ വിളിക്കുന്നതോ ദിവ്യത്വം ദൈവീകത സമർപ്പിച്ചുകൊണ്ടുമാണ്. ഒന്ന് തൗഹീദാണ്, ദൈവീകത സമർപ്പിക്കാതെ വിളിക്കുന്നത് തൗഹീദാണ്. ദിവ്യത്വം ചാർത്തിക്കൊണ്ട് വിളിക്കുന്നതോ അത് ശിർക്കുമാണ്. അത് അവർക്കുള്ള ആരാധനയാണ്, അള്ളാഹു പൊറുക്കാത്ത പാപമാണ്. അത് എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുണ്ട്. മുജാഹിദിന്റെ മുഖപത്രം അൽമനാർ, ആ അൽമനാറിൽ പിളരുന്നതിന് മുമ്പ് എഴുതിയ ഈ അൽമനാറിൽ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും രേഖപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള സത്യമാണിത്. അതിന് പുറമെ മുജാഹിദിന്റെ മറ്റൊരു പത്രമായ വിചിന്തനം അവരും ഈ കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ആരാധനയാകുന്നതും അല്ലാത്തതും തമ്മിലുള്ള അന്തരം മുജാഹിദുകൾ അൽമനാറിൽ പറഞ്ഞതുപോലെ ദിവ്യത്വം ചാർത്തിക്കൊണ്ട് വിളിക്കുന്നുവോ എങ്കിൽ അത് ശിർക്കാണ്. അങ്ങനെ മുസ്ലിങ്ങൾ ആരും വിളിക്കുന്നില്ല, അതുകൊണ്ട് മുസ്ലിങ്ങൾ ആരും ശിർക്ക് ചെയ്യുന്നില്ല. ഇബാദത്ത് ആ പേരിൽ ഇബാദത്ത് അല്ലാഹു അല്ലാഹു സമർപ്പിച്ചു എന്ന് പറയാനും പറ്റുന്നില്ല. അമുസ്ലിമീങ്ങൾ, ക്രിസ്ത്യാനികൾ, അതുപോലെ തന്നെ ഹിന്ദുക്കൾ അവരുടെ ദൈവങ്ങളിൽ അവർ വിളിക്കുന്നത് ഈ ദൈവീകത ചാർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് അത് ശിർക്കാണ്, അത് കുഫറാണ്, അത് തൗഹീദിന് വിരുദ്ധമാണ്. രണ്ടും തമ്മിൽ വലിയ അജഗജാന്തരമുണ്ട്. ഈ ബാലപാഠം എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്.